ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഇറാൻ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെടരുത്, ഇപ്പോൾ നടത്തുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറണം. ഒപ്പം തന്നെ ചില അറബ് രാജ്യങ്ങൾ ഇറാനുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ജോർദാനും ലബനനുമൊക്കെ അവരുടെ വിദേശകാര്യ മന്ത്രിമാരാണ് ഇറാനിലെത്തി ഈ ഒരു സമാധാനത്തിനെ ചർച്ച നടത്തിയത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട്, അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമവും സമാധാന നീക്കങ്ങളും എല്ലാം തള്ളിക്കൊണ്ട് ഇറാൻ പറയുന്നത് തിരിച്ചടിക്ക് വേണ്ടി തന്നെയാണ് തങ്ങൾ ഒരുങ്ങുന്നത്, യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല, തിരിച്ചടിക്കും എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലെ സൈനിക മേധാവികളുമായി ഒരു അടിയന്തര യോഗം വിളിച്ചു എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് ഇറാൻ ശക്തമായ ഒരു ആക്രമണത്തിൽ തന്നെയാണ് ഒരുങ്ങുന്നത്. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പല ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെയും അങ്ങനെ പല ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് പല വഴിക്ക് ഉള്ളൊരു അറ്റാക്കിനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ 2-3 ദിവസം നിരന്തരം മിസൈലുകൾ പായിച്ചുകൊണ്ട് ഇസ്രായേലും ഒപ്പം തന്നെ ഈ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകളുമായിരിക്കും ഇത്തരത്തിൽ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ പിന്നോട്ടില്ല എന്നും സമാധാന ശ്രമങ്ങൾക്കില്ല എന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. അതായത് ഏത് നിമിഷവും, കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നാണ് തിരിച്ചടിക്കുമെന്ന് വിവിധ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തിരിച്ചടി ഇറാൻ തുടങ്ങുമെന്നാണ്. അത് എന്ത് തന്നെ ആയാലും സംഘർഷത്തിന് യാതൊരു അയവുമില്ല എന്ന് മാത്രവുമല്ല, ഓരോ നിമിഷവും അതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.